ചക്കരപ്പന്തൽ പലഹാരമേളയ്ക്ക് വൻ സ്വീകാര്യം. കിഴക്കേത്തല ഗവൺമെൻറ് LP സ്കൂൾ സ്ഥലമെടുപ്പ് ഫണ്ട് ധനശേഖരണാർത്ഥം സ്കൂൾ MTA മാതൃസഭ അംഗങ്ങൾ ഒരുക്കിയ ചക്കരപ്പന്തൽ പലഹാരമേളയാണ് കരുവാരകുണ്ട് കിഴക്കേത്തല ബസ് സ്റ്റാൻഡിൽ ആകർഷകവും ശ്രദ്ധേയവുമായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മെമ്പർ AK അംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ആദ്യ ഫണ്ട് മേലേടത്ത് അയൂബിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചു. തുടർന്ന് പുതിയ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും അനുമോദന ചടങ്ങും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേഴ്സി ടീച്ചർ, മറ്റംഗങ്ങളായ സുരേന്ദ്രൻ, ഫസീല എന്നിവരും PTA പ്രസിഡന്റ് ഇസ്മായിൽ കുണ്ടുകാവിൽ, GC കാരക്കൽ, SMC ചെയർമാൻ നൌഷാദ് T, MTA പ്രസിഡന്റ് ഷഹീമ, അഡ്മിനിസ്ട്രേറ്റർ മീന മുംതാസ് എന്നിവരും സംസാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ഭൗതിക സൗകര്യം, പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ കുറവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ PTA-യും SMC-യും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് ഒരു 1.5 സെന്റ് സ്ഥലം അവിടെ കിട്ടാനില്ല. മാത്രമല്ല, നമ്മുടെ കിഴക്കേത്തലയാണ്, കരുവാരക്കുണ്ടിന്റെ ശിലാകേന്ദ്രമായ കിഴക്കേത്തലയിലെ ഭൂമിയുടെ വിലയൊക്കെ നമുക്കറിയാം. വലിയ വില പിടിക്കുന്ന, ലക്ഷങ്ങൾ വില പിടിക്കുന്ന ഭൂമിയാണ്. അപ്പോൾ 1.5 സെന്റ് എന്ന് പറയുമ്പോൾ തന്നെ സ്ഥലം വളരെ കുറവും കാശ് വളരെ കൂടുതലും വേണം. ആ ഭൂമി നിരത്തി വെച്ചാൽ തീരാത്ത അത്ര പണം വേണം അത്ര ഭൂമി കിട്ടാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കിഴക്കേത്തലയിലുള്ളത്. ഏതായാലും കിട്ടാവുന്ന അത്ര സ്വരൂപിച്ചുകൊണ്ട് ആ സ്ഥലം എടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പണവും കൂടെ ആവശ്യമുണ്ട്. അതിന് പൊതുജനങ്ങളുടെ സഹായം തേടുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് സ്കൂൾ അധികൃതർ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് പലതും സൃഷ്ടിച്ചിട്ടുള്ള ഒരു നാടാണത്. നമ്മുടെ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ കാര്യമായാലും, നമ്മുടെ രോഗികളെ ചികിത്സിക്കുന്ന കാര്യമായാലും, അതുപോലത്തെ ഇവിടുത്തെ പൊതു കാര്യങ്ങളിലൊക്കെ ജനകീയ കൂട്ടായ്മക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നവരാണ് കരുവാരക്കുണ്ടിലെ ബഹുജനങ്ങൾ. നമ്മുടെ ഫണ്ട് കൈമാറുന്നത് നമ്മുടെ സുഹൃത്ത് പേലടത്ത് അയ്യൂബാണ്. പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനാണ്. ഒട്ടേറെ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് ഈ സ്കൂളിന് തന്നെ ഇതിനു മുമ്പ് PV അബ്ദുൽ വഹാബ് വന്ന ഒരു ചടങ്ങിലും അതിനുശേഷം നടന്ന PTA കമ്മിറ്റിയിലും ഒക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം സഹായം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഞാനിവിടെ പറയാൻ, ആ സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. അതുപോലെ ചെറുതും വലുതുമായ എല്ലാവിധ സഹായങ്ങളും, സാമ്പത്തിക സഹായം എല്ലാവരും ചെയ്യണം. ഈ രക്ഷിതാക്കളും ഒക്കെ ചെയ്ത് ഇതിനോട് സഹകരിക്കണം. ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ എല്ലാത്തരം സഹായങ്ങളും ഞങ്ങൾ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരാണല്ലോ നമ്മുടെ നാളെയുടെ സ്വപ്നവും, അവരാണല്ലോ നമ്മുടെ ഭാവിയും. അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും കഴിയുന്നതിന് പരമാവധി ചെയ്തു തരാമെന്ന വാക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത് എപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, കിഴക്കേത്തല LP സ്കൂൾ 5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടുണ്ട്. സ്ഥലപരിമിതി കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു കിഴക്കേത്തല ടൗണിനോട് ചേർന്നുള്ള ഒരു സ്ഥാപനമാണ് നിലയിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതേസമയം ഇവിടെ ഇസ്മായിൽ സൂചിപ്പിച്ചതുപോലെ LSS അടക്കമുള്ള അക്കാദമിക് ക്വാളിറ്റിയിൽ വളരെ മുൻപന്തിയിലാണ്. ഒരു പിന്നോക്ക മേഖലയിലുള്ള വിദ്യാർത്ഥികൾ ധാരാളമായി പഠിക്കുന്ന സ്കൂളുകൾ ആണെങ്കിലും അക്കാദമിക് നിലവാരം പുലർത്തുന്നു എന്നത് കലാലയത്തിലെ അധ്യാപകരുടെയും PTA-യുടെയും SMC-യുടെയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായാണ്. തീർച്ചയായും ഈ സ്ഥലമെടുപ്പിൽ മുന്നോട്ട് വന്ന PTA ഭാരവാഹികളെയും SMC അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് അധ്യാപകർ നൽകുന്ന ഗുരുദക്ഷിണയാണ് നമ്മൾ ഓരോ വിദ്യാർത്ഥികളും വളർന്നു വലുതായി നമ്മളിലുണ്ടാകുന്ന നമ്മുടെ സാംസ്കാരിക മാറ്റങ്ങളും നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളും നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നന്മയുടെ വഴിക്കുള്ള ചെലവഴിക്കലും എല്ലാം. ആ ഗുരുദക്ഷിണയാണ് സത്യത്തിൽ ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് എൻ്റെ പ്രിയ ഗുരുനാഥനായ GC മാസ്റ്റർക്ക് വേണ്ടി. സത്യത്തിൽ ഒരു അധ്യാപകൻ എന്താണെന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ കണ്ടത് GC മാസ്റ്റർ പോലുള്ള അധ്യാപകനാണ്. നമ്മുടെ
സ്കൂളിന്റെ ഈ സ്ഥലം വാങ്ങി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലോ നമ്മുടെ ഈ പരിപാടി ഇവിടെ ഇത്രയും ഭംഗിയായി നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള ഒരു കാറ്ററിംഗ് സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ അയ്യൂർ മേലേടത്തിൽ എന്ന വ്യക്തിയോട് നിന്ന് ആദ്യ കൈപ്പറ്റൽ നമുക്കൊരു വലിയൊരു അംഗീകാരം തന്നെയായിരിക്കും. ഇത് തുടർന്നും നമ്മുടെ ഈ സഹകരണവുമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ഇതിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ GLP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, എൻ്റെ മക്കളും പഠിച്ചത്. അപ്പൊ ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും അതുപോലെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് നേടിയെടുക്കാവുന്ന പരമാവധി ആനുകൂല്യങ്ങളും ഈ സ്കൂളിന് ചെയ്യും. ഒരു 9 വർഷം മുന്നേ ഈ GLP സ്കൂളിൽ, എന്റെ GLP സ്കൂളിൽ ഞാൻ PTA പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് GLP സ്കൂളിന്റെ വളരെ പരിമിതമായ സ്ഥല സൗകര്യം ഉണ്ട് എന്നറിഞ്ഞിട്ട് എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും. കാരണം ഇപ്പൊ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭൂരിപക്ഷം പേരും എന്റെ ശിഷ്യന്മാർ. അവര് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് ഒരു മനുഷ്യനോട് ചെയ്യേണ്ട കടമകൾ, കർത്തവ്യങ്ങൾ, എന്തൊക്കെയാണ് ജനാധിപത്യം, രാഷ്ട്രീയമല്ലാത്ത ജനാധിപത്യം, അതിൽ നിങ്ങൾക്കുള്ള കർത്തവ്യം എന്താണ് എന്ന് ഞാൻ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ തിരുവാറൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് അവരെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഞാൻ പോലും വിചാരിക്കാതെ ഈ മനുഷ്യ സ്നേഹം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നയാളാണ് എന്റെ ശിഷ്യനായ അയ്യൂബ് മേലേടത്ത്. അതുപോലുള്ള എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ആളുകളും അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് അവർ തെരഞ്ഞെടുക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെന്നെ സമീപിച്ചപ്പോൾ അവർക്ക് ആവശ്യമായ വീഡിയോ രാഷ്ട്രീയമൊന്നും നോക്കാതെ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് തുണച്ചിട്ടുമുണ്ട്, അവർക്ക് വോട്ടുകളായി മാറിയിട്ടുമുണ്ട്. കാരണം എന്റെ വാക്കുകൾ എന്ന് പറയുന്നത് എന്റെ ശിഷ്യന്മാരത് നിർവഹിക്കും, അവര് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനെ പറ്റിയൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാവട്ടെ, എല്ലാവരും നമ്മൾ വളരെ ഈ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് വളരെയധികം പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടാക്കി തരികയല്ല, പ്രവൃത്തിപരമായി അതെല്ലാം യാഥാർത്ഥ്യമാക്കുന്ന ഒരു വലിയ ശിഷ്യസമ്പത്തിനെ ഞാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തരികയാണ്.